നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും എനിക്ക് നൽകുന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദി കേട്ടോ. കാര്യം ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് എന്താണെന്നറിയാമോ? എന്തിന് നമ്മൾ രാവിലെ എണീക്കണം? കാര്യം എൻ്റെ മിറക്കിൾ മോർണിംഗ് ബില്ലിനിയർ വർക്ക്ഷോപ്പുകൾ 51 വർക്ക്ഷോപ്പുകളാണ് ഞാനിപ്പോൾ ചെയ്തത്. അപ്പോൾ ഈ തവണത്തെ വർക്ക്ഷോപ്പിൽ ഒത്തിരി അധികം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കാനഡയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, അയർലൻഡിൽ നിന്ന്, UK ന്ന്, അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 20 രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു ഈ തവണത്തെ വർക്ക്ഷോപ്പിൽ. അപ്പോൾ ഈ ഓരോ ദിവസവും പല ടൈം സോണിലുള്ള ആൾക്കാർക്ക് ഈ ഒരു വർക്ക്ഷോപ്പിൽ വരികയും അവരെ തന്നെ ചലഞ്ച് ചെയ്തിട്ട് അവരുടെ ലൈഫിന്റെ പുതിയ ലക്ഷ്യങ്ങളൊക്കെ നിർണയിച്ച് അവര് ഓരോ ദിവസവും ഒത്തിരി സക്സസ് സ്റ്റോറീസ് എന്നോട് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോഴേ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. അപ്പൊ ഞാനിങ്ങനെ രാവിലെ എണീക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ രാവിലെ എണീക്കാനായിട്ട് പരിശീലിപ്പിക്കുന്നു എന്നുള്ളതിന്റെ കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാന്നിരിക്കണം. കാര്യം വെച്ചാൽ പല ആൾക്കാരും വന്നിട്ട് ഇങ്ങനെ പറയേ, ഞാൻ വർഷങ്ങളായിട്ട് രാവിലെ എണീക്കുന്നതാണ്, ഇത്രയും വർഷമായിട്ട് ഞാനിങ്ങനെ എണീക്കുന്നു, എല്ലാ കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഗുണം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നത് ഇഷ്ടംപോലെ ആൾക്കാരെ കാണാറുണ്ട്. എൻ്റെ വീഡിയോയുടെ താഴെ വന്നൊക്കെ പറയാറുണ്ട്, ഞാൻ എല്ലാ ദിവസവും 4 മണിക്ക് എണീക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ എൻ്റെ ലൈഫിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ എണീറ്റിട്ട് മാത്രം കാര്യമൊന്നുമില്ല. നമ്മൾ ഏത് ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പം എന്ത് ചെയ്യണം, എങ്ങനെയാണ് രാവിലെ എണീറ്റിട്ട് ചെയ്യേണ്ടതെന്നൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മിറക്കിൾ മോർണിംഗ് മില്ലിനിയർ വർക്ക്ഷോപ്പിൽ വരാം. അതൊരു 5 ദിവസത്തെ വർക്ക്ഷോപ്പാണ്. മന്ത്ലി ഒരു വർക്ക്ഷോപ്പാണ് ഞാൻ ചെയ്യണേ. അപ്പോൾ ആ ഒരു വർക്ക്ഷോപ്പിൽ വരുമ്പോൾ ഈ ഒരു ഏതാണ്ട് ഒരു 8 മണിക്കൂർ വർക്ക്ഷോപ്പാണ്. ഈ 8 മണിക്കൂറിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും എന്താണ് നിങ്ങൾ രാവിലെ എണീറ്റിട്ട് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ നിങ്ങൾക്ക് ഒരു മില്ലിനിയർക്ക് ആവാൻ എങ്ങനെ പോണം എന്നുള്ളത് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കും. പല ആൾക്കാരും പറയും, എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ, ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അത് നിങ്ങൾ എന്തായാലും ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പഠിച്ചതിൻ്റെ ഗുണം എന്നറിയുമോ, നിങ്ങളൊരു മൈൻഡ് സെറ്റ് ഒന്ന് മാറാമ്പോഴാണ് നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ പഠിക്കാനായിട്ട് ക്ലാസ്സിൽ വന്നാൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് നിങ്ങൾ രാവിലെ എണീക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാലേ, രാവിലെ 5 മണിക്ക്, ഞാൻ 4 മണിക്ക് എണീക്കുമ്പോഴുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശല്യവും ഇല്ല. നമ്മൾക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈമാണ് നമുക്ക് കിട്ടണേ. അല്ലെങ്കിൽ എല്ലാവരും എണീറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അല്ലപില്ല സൗണ്ട് ആവും, നമ്മൾക്ക് ഒന്നിനും ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പം നേരത്തെ എണീറ്റ് കഴിഞ്ഞുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഒരു ശല്യവും ഇല്ലാതെ നമ്മളുടെ കാര്യങ്ങളിലേക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ടുള്ള കുറേ സമയമാണ് നമുക്കത് കിട്ടണത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ രാവിലെ ഇങ്ങനെ എണീക്കാൻ തുടങ്ങിയത് ഈ കോവിഡിൽ ഒരു 5 വർഷം മുമ്പാണ്. ഇപ്പൊ 5 വർഷം മുമ്പ് എണീറ്റിട്ട് ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് ഞാൻ ബുക്ക് എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു ആ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. കാര്യം ആ ടൈം എഴുതുമ്പോഴത്തേക്കും ഓരോ ദിവസം കഴിയുന്തോറും എനിക്കൊരു ഫ്രീ ഫ്ലോ ആവാൻ തുടങ്ങി. എനിക്കിപ്പം അതിൻ്റെ ഒരു ശീലമായിട്ട് മാറാൻ പറ്റി. അപ്പം ശുഭചിന്ത നൽകി വിസ്മയം അങ്ങനെയാണ് ശരിക്കും എനിക്ക് ഒരു ഓഥർ ആവാനായിട്ടൊക്കെ പറ്റിയത്. ഈ രാവിലെ എണീറ്റ് എവരി ഡേ എഴുതണ രീതിയിലേക്ക് ഞാൻ കൺസിസ്റ്റന്റ് ഡിസിപ്ലിൻഡ് ആയിട്ട് ഇങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്ക് ഒരു ശല്യം ഇല്ലാതെ 2-3 ബുക്ക് എഴുതാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏർലി മോർണിംഗ് ഒക്കെ എണീറ്റ് എന്താ ഗുണം വെച്ച് കഴിഞ്ഞാൽ, പല ആളുകളും ഒക്കെ പറയണ കാര്യമുണ്ട്. ഇപ്പൊ എക്സ്പെഷ്യലി മെച്ചോറിറ്റി ആൾക്കാരും പറഞ്ഞു, എനിക്ക് ഒന്നിനും സമയമില്ല, ഞാൻ എന്ത് ചെയ്യാനാന്ന് പറയുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ മോൻ ഉണ്ട് കേട്ടോ, അവനിപ്പോൾ UK യിലാണ്. അപ്പോൾ അവൻ എല്ലാ ദിവസവും എന്നോട് പറയും, ഞാൻ ഭക്ഷണം ഉണ്ടാക്കണം, എനിക്ക് ജോലി ഇത്രയും മണിക്കൂർ ചെയ്യണം, ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് എവിടെയാ സമയം എന്ന് പറയും. അപ്പം ഞാൻ അവനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഒരു കറക്റ്റ് സമയം വെച്ചിട്ട് ഉറങ്ങിയിട്ട് ഒരു കൃത്യസമയത്ത് നീ എണീറ്റ് കഴിഞ്ഞാൽ എന്താ ഗുണമെന്നറിയാമോ? നിനക്കിപ്പോൾ ഒരു സ്കില്ലിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും രാവിലെ 5 മണിക്ക് എണീക്കുവാനുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു 2 hours നിനക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസം നീ 2 മണിക്കൂർ വെച്ച് മാറ്റി വെച്ചിട്ട് നീ അങ്ങനെ ഒരു 7 ദിവസം നീ മാറ്റി വെച്ചാൽ നിനക്ക് 14 hours ആണ് കിട്ടണേ ഒരാഴ്ചയിൽ. ഒരു വർഷം ആകുമ്പോഴത്തേക്ക് എത്രയാ, 728 എക്സ്ട്രാ അവേഴ്സാണ് കിട്ടണേ. അപ്പൊ ഇത്രയും സമയം കിട്ടിയതിന്റെ ഗുണം, നമ്മളെ സംബന്ധിച്ച് ഒരാൾക്ക് ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഹൈ ഇൻകം സ്കില്ലിലേക്കൊക്കെ പോകണമെങ്കിലുണ്ടല്ലോ, അത്യാവശ്യം ഒരു 1000 മണിക്കൂറൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, വരുമാനം കൂട്ടാൻ പറ്റും. അപ്പൊ ഈ ഒരു സമയം ഇല്ലാന്ന് പറയുന്ന ആൾക്കാർക്ക് ഇങ്ങനെ എവരി ഡേ 2 മണിക്കൂർ അവർ എണീക്കുകയും അവർക്ക് ആവശ്യമുള്ള ലെവലിലേക്ക് പഠിക്കാനായിട്ട് മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലേ
അവരുടെ ലെവല് വേറി ആയിപ്പോവും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. രാവിലെ എണീറ്റ് 2 അവേഴ്സ് നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെന്റ് ആവാം, നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് ആവാം. അതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ മാറ്റി വെക്കുമ്പഴ്, നിങ്ങളുടെ ജീവിതം തന്നെ ഒരു എഫേർട്ട്ലെസ് ആയിട്ട് ജീവിക്കാനായിട്ടുള്ള, ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവാണ് നിങ്ങൾക്ക് ഈ ഒരു 2 അവേഴ്സിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണത്. പിന്നെ എന്താ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നറിയാമോ? നിങ്ങൾ ഏത് മില്യനേഴ്സിനെയൊക്കെ പോയി പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. അവർക്കൊക്കെ ശക്തമായിട്ടൊരു മോർണിംഗ് റുട്ടീൻ ഉണ്ടാവും. അവരെങ്ങനെ വന്നാലും ഏർലി മോർണിംഗ് എണീറ്റിട്ടുണ്ടാവും. അവരുടെ ജീവിതത്തിൽ ഒരു ചിട്ടയുണ്ടാവും. അവർ ആ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വർക്കിലായിരിക്കും അവർ മൂവ് ഔട്ട് ചെയ്യണേ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിസ്റ്റം അവർക്കുള്ളത് കൊണ്ട് എന്താണ് ഗുണം? അവർ ഓരോ ദിവസം കഴിയും തോറും അവരുടെ ജീവിതം എന്ന് പറയുന്നത് അത്രയും റിച്ചീന്ന് റിച്ചിലേക്ക് അവരിങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. കാര്യം അവർക്ക് എല്ലാത്തിനും ഒരു സിസ്റ്റം ഉണ്ടാവും. അവർ ഡിസിപ്ലിൻഡ് ആയിട്ടൊരു ആക്ഷൻ ഉണ്ടാവും. അവർ ഏർലി മോർണിംഗ് എണീറ്റിട്ട് അവരുടെ എൻറ്റയർ കാര്യങ്ങൾ രാവിലെ തന്നെ അവർ ആ ജോലിയൊക്കെ ചെയ്തു. ഇപ്പം ഞാൻ തന്നെ ഈ 4 മണിക്കൊക്കെ എണീക്കുമ്പോൾ എനിക്ക് കണ്ടേക്കുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ അത്യാവശ്യം ജോലികളെല്ലാം തീർന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ഭയങ്കര കൂളായിട്ട് നമ്മളുടെ ആ ഒരു ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നും നമ്മൾക്കിങ്ങനെ നീട്ടി വെക്കാതെ ജീവിക്കാനായിട്ടുള്ള ഒരു കരുത്താണ് നമുക്ക് ഈ ഒരു മോർണിംഗ് റുട്ടീൻ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടണത്. പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? നാളെ, 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 നാളെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയും. അതായത് ഈ ലോട്ടറി ടിക്കറ്റിന്റെ മുദ്രാവാക്യം പോലെ. അപ്പൊ അങ്ങനെ പറയാതിരിക്കാനായിട്ടുള്ള ഒരു അവസരവും കൂടിയാണ് നമ്മൾക്കൊരു ശക്തമായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ഉള്ള ഒരാളായിട്ട് മാറുവാണെങ്കിൽ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഓരോ ദിവസം കഴിയുന്തോറും നമ്മളുടെ ദിവസങ്ങള് നമ്മൾക്ക് എഫേർട്ട്ലെസ് ആവാൻ തുടങ്ങും, ഈസി ആവാൻ തുടങ്ങും. പിന്നെ നമ്മൾ മരിക്കേണ്ടത് വരെ ആ ഒരു സിസ്റ്റം നമ്മൾ തുടരാൻ പറ്റും. അപ്പൊ അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പം പിന്നെ എന്താ ഗുണം? നമുക്ക് എല്ലാ ദിവസവും നമ്മൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ ഫിസിക്കൽ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാലും അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ഈ 2 കാര്യത്തിനും നമ്മൾക്ക് നല്ല രീതിയിലേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പലപ്പോഴും വൈകി എണീക്കുമ്പോഴുള്ള പ്രശ്നം എന്താ? എല്ലാം ഇങ്ങനെ ധൃതി പിടിച്ച് ചെയ്യണ ലെവലിലേക്ക് പോകുമ്പഴ്, എല്ലാം നമ്മൾ വാരി വലിച്ചിടും. നമ്മൾക്ക് ഒരു കാര്യവും ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റൂല. കാര്യം സമയം വേണം എല്ലാത്തിനും. അപ്പോൾ എല്ലാത്തിനും ഒരു അർജന്റായിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നമ്മളെല്ലാം വാരി വലിച്ചിടാനായിട്ടൊക്കെ ഒരു കാരണമാവും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നേരത്തെ എണീക്കുവാണെങ്കിൽ എന്താ ഗുണം? നമ്മൾ കുറച്ച് നേരം പോയിട്ട് ഒരു 30 മിനിറ്റ്സ് പോയിട്ട് എക്സർസൈസ് ചെയ്തു. കുറച്ച് സമയം നമ്മൾ വായിക്കാൻ വേണ്ടിയിട്ട് ചെലവഴിച്ച്. അപ്പൊ നമ്മുടെ മെന്റൽ ഹെൽത്തും നമ്മൾക്ക് ഏറ്റവും നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ നമുക്ക് കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റും. നല്ല ഫുഡ് നമ്മൾക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാൻ പറ്റും. അപ്പൊ ഓവറോൾ നമ്മളുടെ ആ ഒരു ദിവസത്തെ നമുക്ക് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടും ഏറ്റവും സന്തോഷമായിട്ടും ഒരു റിച്ച് മൈൻഡ് സെറ്റിലും ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു കാര്യം നമ്മളെ സഹായിക്കും. അപ്പൊ ഇങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ജീവിക്കണമെങ്കിൽ എന്താ ഗുണം? നമ്മളുടെ ഓരോ ദിവസം കഴിയുന്തോറും നമ്മളുടെ മെന്റൽ ക്ലാരിറ്റി കൂടും. നമുക്ക് ഓരോ ദിവസവും ഒരു ഒരു വളരെ നല്ല രീതിയിലേക്ക് ഒരു മൊമെന്റം കീപ്പ് അപ്പ് ചെയ്തിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾക്ക് തന്നെ ഇഷ്ടമുള്ളൊരു ജീവിതമായിട്ട് മാറും. കാര്യം എന്താണോ നമ്മൾ റിപ്പീറ്റ് ചെയ്യണത് ആവർത്തിക്കും തോറും നമ്മൾക്കത് ഏറ്റവും എളുപ്പമായിട്ട് മാറും അത് തന്നെ. അപ്പം ഒരു 41 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 21 ഡേയ്സ് ഒക്കെ കൺസിസ്റ്റന്റ് ഡിസിപ്ലിൻ ആയിട്ട് നമ്മൾ രാവിലെ എണീക്കുവാണ്. നമ്മൾ ഇങ്ങനെയുള്ളൊരു ശീലം നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് അത് കണ്ടിന്യൂ ആണെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾക്ക് ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ തോന്നൂല. കാരണം എന്താ? ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾക്ക് ബെനിഫിറ്റ്സ് കൂടി വരാൻ തുടങ്ങും. വളരെയധികം ചിന്തിച്ചിട്ട് ചെയ്യുന്ന ലെവലിലേക്ക് നമ്മൾ മൂവ് ഔട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പം നമ്മുടെ ഒരു ദിവസവും നമ്മൾക്കൊരു തിരക്കില്ലാത്ത ഒരു ദിവസങ്ങൾ ഇങ്ങനെ കിട്ടാൻ തുടങ്ങുമ്പഴ്, എല്ലാ കാര്യങ്ങളും ഒരു ഓർഡറിൽ അങ്ങ് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഈ ഒരു ഓർഡറിലൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ തോന്നും, ഓ പഴയ ഷീജ അല്ലല്ലോ, ഈ ഷീജ കൊള്ളാലോ. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഫ്യൂച്ചർ ആകാൻ ഇഷ്ടപ്പെടുന്ന ആ ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് എത്താനായിട്ടുള്ള കപ്പാസിറ്റിയാണ് ഈ നേരത്തെ എണീക്കുമ്പോൾ നമുക്ക് കിട്ടണത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ ചെയ്ത് എൻ്റെ ലൈഫ് രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീരവാദം മുഴക്കി ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിൽ വർക്ക് ചെയ്യണം. നമുക്ക് എന്താ വേണ്ടതെന്ന് എഴുതണം. എൻ്റെ ലൈഫിൽ എനിക്ക് ഈ ഒരു ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണ്ടേ? എൻ്റെ ലക്ഷ്യം എന്താണ്? ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കണത്? എനിക്ക് ഏത് വീട്ടിൽ ജീവിക്കണം? എനിക്ക് എന്തൊക്കെ ഒരു കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നേടേണ്ടത്? ഇങ്ങനെയുള്ളൊരു ക്ലാരിറ്റി നമുക്കുണ്ടെങ്കിൽ എന്താ ഗുണം?
പിറ്റേ ദിവസം തൊട്ട് അതിൻ്റെ അവസരങ്ങൾ നമ്മൾക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് ഈ ഒരു ഫോക്കസ് ഉണ്ടാകുമ്പോൾ നമുക്ക് പറ്റും. അപ്പം നിങ്ങൾ എന്തുകൊണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടുന്ന ആൾക്കാർക്കൊക്കെയുള്ള പ്രത്യേകത എന്തറിയാമോ? അവർ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അവർക്ക് എന്താ വേണ്ടതെന്ന് വളരെ ക്ലിയർ ആയിട്ട് അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് ആ ഒറ്റ ഗോളിലേക്ക് തന്നെ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ, അവർക്ക് ഓരോ ദിവസം കഴിയുന്തോറും അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അവരുടെ ജീവിതം എഫേർട്ട്ലെസ് ആയിട്ട് അവരാഗ്രഹിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വലിയൊരു പ്രഷറൊന്നും ഇല്ലാതെ ഈസായിട്ട് അവരെത്തണത് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെയാണ് നിങ്ങൾ രാവിലെ എണീറ്റ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു പർപ്പസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് ഹാപ്പി ആയിട്ടും മീനിങ് ഫുള്ളായിട്ടൊക്കെ ജീവിച്ചാൽ ഇതിൻ്റെ ബെനിഫിറ്റ്. അപ്പോൾ എത്ര പേർക്ക് ആ ഒരു റുട്ടീനിലേക്ക് പോകണം, എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫ് ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കണുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു രാവിലെ എണീക്കാൻ തുടങ്ങുക, നല്ല രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതത്തിനെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഒരു എസ് നിങ്ങൾ എടുക്കുക. നിങ്ങൾ ഡിസിഷൻസാണ് നമ്മളെ എപ്പോഴും എന്താക്കണത്, ശക്തരാക്കണത്. മോശമായിട്ടുള്ള ഡിസിഷൻസാണ് നമ്മൾ എടുക്കണമെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ പിന്നെ തോക്കാൻ വേണ്ടിയിട്ട് വേറെ വഴി നോക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പമാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, സക്സസ്ഫുൾ ആവണം, ലൈഫ് നന്നായിട്ട് ജീവിക്കണം, എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കാര്യങ്ങൾ നടത്തണം, എനിക്കിങ്ങനെ പോയാൽ പോരാ, അങ്ങനെയൊക്കെ ഉള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തായാലും മിറക്കിൾ മോർണിംഗ് മില്ലിനിയർ വർക്ക്ഷോപ്പിലോ മാനിഫെസ്റ്റ് മിറക്കിൾസിലോ വരിക. അപ്പോൾ ആ ഒരു 1 മന്ത് ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഒരു ലൈഫിൽ വരുന്ന മാറ്റം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഹൈ എനർജിയുള്ള കുറേ ആൾക്കാരുടെ കൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വൈബ് മാറും. നിങ്ങൾക്ക് കുറേ കൂടി ലക്ഷ്യങ്ങളും ഒക്കെ ഫിക്സ് ചെയ്തിട്ട് വലുതാവണം എന്നുള്ളൊരു ആഗ്രഹം തന്നെ നിങ്ങൾക്കൊരു കത്തണ ആഗ്രഹമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു കാര്യം നിങ്ങളെ സഹായിക്കും. ഞാനിപ്പോൾ എന്താ ചെയ്യണേന്ന് അറിയാമോ? 1, 2 പേരുടെ ഒരു വോയിസുകൾ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു തവണ ക്ലാസ്സിൽ വന്ന ആളുകൾ ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടോളൂ. കാര്യം ലൈഫിൽ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്കൊന്നും അറിയില്ല നാളെ നമ്മൾ എണീക്കുമെന്ന്. പക്ഷെ എങ്കിൽ പോലും നമ്മൾക്ക് ചിലപ്പോൾ നമ്മളൊരു അടുത്ത 30 വർഷം 50 വർഷമൊക്കെ ജീവിച്ചെന്നും ഇരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്. അത് നന്നായിട്ട് ജീവിക്കുക എന്ന് പറയുന്നതും അതും ഒരു അഭിമാനമുള്ള കാര്യമാണ്. അല്ലാതെ എല്ലാത്തിനും സ്ട്രഗിൾ ചെയ്ത് വിഷമിച്ച് നമ്മൾക്ക് പോലും ഒരു മീനിങ് ഇല്ലാതെ നമ്മൾ ജീവിക്കുന്നത് സത്യത്തിലൊരു ഗുണമില്ലാത്തൊരു ഏർപ്പാടാണ്. അപ്പം നല്ലൊരു ജീവിതം വേണം, നിങ്ങളുടെ ആഗ്രഹമുള്ള ആ ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മിറക്കിൾ മോർണിംഗ് മില്ലിനിയർ വർക്ക്ഷോപ്പിൽ വന്നിട്ട് നിങ്ങളുടെ ലൈഫിനെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാര്യം എന്താ അറിയാമോ? 10,000-ത്തിലധികം ആൾക്കാർ ഈ ഒരു വർക്ക്ഷോപ്പ് വഴി അത്രയും വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇത് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ലൈവായിട്ട് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ഹായ് എവരിവൺ, ഞാൻ രാജേഷ്, ദുബായിൽ വർക്ക് ചെയ്യുന്നു. നാട്ടിൽ പട്ടാമ്പിയാണ് എൻ്റെ വീട്. ഞാൻ കഴിഞ്ഞ മെയ് 14 ആദ്യമായിട്ട് ഷീജ മാമിൻ്റെ മാനിഫെസ്റ്റ് യുവർ ഡ്രീം ലൈഫ് എന്നുള്ള പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തത്. ഇപ്പോൾ എമറോൾഡിലും ഒരു മെമ്പറാണ്. ഷീജ മാം തന്നിരുന്ന ആ 1 വീക്ക് റൈസ് ആൻഡ് ഷൈൻ എന്നുള്ള ആ ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ഈ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്തതിന് ശേഷം എനിക്ക് ഫീൽ ചെയ്തൊരു ചേഞ്ച്, എൻ്റെ ഡെയിലി ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി സസ്റ്റെയിൻ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. എൻ്റെ ഒരു ടൈം ബൗണ്ടഡ് വർക്ക് എൻവോൺമെൻറ്റിൽ പലപ്പോഴും അറ്റ് എൻഡ് ഓഫ് ദ ഡേ യു ഗെറ്റ് എക്സോസ്റ്റഡ്. അപ്പോൾ പ്രീവിയസ്ലി എനിക്ക് പലപ്പോഴും വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളിലൊന്നും ആക്റ്റീവായിട്ട്, പേഴ്സണൽ ഇൻട്രസ്റ്റുകളിലൊന്നും ആക്റ്റീവായിട്ട് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ ഈ പ്രോഗ്രാമിന് ശേഷം തുടങ്ങിയതിന് ശേഷം എല്ലാം ഒരു പോസിറ്റീവ് വൈബുള്ളതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മളെ ഫേവറബിളായിട്ടും വളരെ ഫാസ്റ്റായിട്ടും എല്ലാം കഴിയുന്നതുകൊണ്ട് എനിക്ക് സമയം കിട്ടുന്നുണ്ട്. ആൻഡ് ഐ ഫീൽ ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ്, അത് ഞാനൊരു ബിസിനസ് നാട്ടിൽ സെറ്റപ്പ് ചെയ്തിരുന്നു. അതിൻ്റെ രജിസ്ട്രേഷൻ അതൊക്കെ കഴിഞ്ഞു. അതിന് കുറച്ചൊരു ഗവൺമെൻറ് ഇൻവോൾവഡ് ആയുള്ള കുറച്ച് ടെക്നോളജി ട്രാൻസ്ഫോം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പലപ്പോഴും ഞാൻ ഡെയിലി അതിനൊന്നും ഫോളോ അപ്പ് ചെയ്യാതെ വീക്കെൻഡിൽ മാത്രമാണ് ഫോളോ അപ്പ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും ഒരു ഡിലേ ആയിരുന്നു, ഒരു റെസ്പോൺസൊക്കെ വളരെ കുറവായിരുന്നു. ഞാനിപ്പോൾ ഈ പ്രോഗ്രാമിൽ
പാർട്ടിസിപ്പറ്റിന് ശേഷം നമ്മൾ ആ കാര്യങ്ങളിലും കുറച്ചും കൂടി എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നു ഓൺ വീക്ക് ഡേയ്സിൽ. അതുകൊണ്ട് തന്നെ അതിന് ചെറിയൊരു പ്രോഗ്രസ് പോകുന്നുണ്ട്. ഐ തിങ്ക് ഐ ബി ഏബിൾ ടു ഗെറ്റ് ഇറ്റ് ഡൺ ക്വിക്കർ. അപ്പോൾ എൻ്റെ ഒരു ഡ്രീം എന്ന് വെച്ചാൽ എൻ്റെ ആ ബിസിനസ് സക്സസ്ഫുള്ളി എനിക്കത് ലോഞ്ച് ചെയ്യണം. ദെൻ ഐ നീഡ് ടു ഹാവ് ഒരു 50 crores എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവണം. അതാണ് എൻ്റെ ഒരു ഡ്രീം. ഐ ഹോപ്പ് വിത്ത് everyone's support and prayers, I'll be able to achieve that.